ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ കുട്ടികൾക്ക് പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫ്രോക്കിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ആണ് കാണിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഫ്രോക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് 1/2 മീറ്റർ കോട്ടൻ്റെ ലൈനിങ് മെറ്റീരിയൽ എടുത്തിട്ടുണ്ട്. പിന്നെ 1/2 മീറ്റർ സാറ്റിൻ്റെ മെറ്റീരിയലും 1 മീറ്റർ നെറ്റിൻ്റെ തുണിയുമാണ് എടുത്തിട്ടുള്ളത്. ഈ ഒരു ഫ്രോക്ക് 1 വയസ്സ് മുതൽ 2 വയസ്സ് വരെയുള്ള കുഞ്ഞിൻ്റെ അളവിലാണ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഫ്രോക്കിൻ്റെ കട്ടിങ് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം ഫ്രോക്കിൻ്റെ ടോപ്പ് ഭാഗമാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ടോപ്പ് പാർട്ടിൻ്റെ ലെങ്ത് എടുക്കുന്നത് 7 ഇഞ്ചാണ്. 7 ഇഞ്ച് ലെങ്ത്തുള്ള 2 പീസ് തുണി എടുത്തിട്ടുണ്ട്. ഇതിൽ നിന്നും ഒരു പീസ് തുണി മാറ്റി വെച്ച് മറ്റേ പീസ് തുണി ഇതുപോലെ രണ്ടായിട്ടൊന്ന് മടക്കിയെടുക്കണം. ഇത് ബാക്ക് പാർട്ടിന് വേണ്ടിയിട്ടുള്ള തുണിയാണ്. ഈ ഓപ്പൺ ആയിട്ടുള്ള ഭാഗം ഈ ഒരു ഭാഗത്തായിട്ടാണ് വരുന്നത്. ഈ ഭാഗത്തു നിന്നും ഇങ്ങോട്ട് 1/2 ഇഞ്ച് മാർക്ക് ചെയ്യണം. ഇതുപോലെ 1/2 ഇഞ്ച് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഫ്രണ്ട് പാർട്ടിന് വേണ്ടിയിട്ടുള്ള തുണി ഇതുപോലെ രണ്ടായിട്ടൊന്ന് മടക്കി വെക്കണം. ഇതിൻ്റെ മടക്ക് വരുന്ന ഭാഗം ഈ 1/2 ഇഞ്ച് മാർക്ക് ചെയ്ത ഈ ഒരു ഭാഗത്ത് കറക്റ്റായിട്ടാണ് വെക്കേണ്ടത്. അപ്പോൾ ഇതുപോലെ വെച്ചിട്ടുണ്ട്. ഇനി അളവുകൾ മാർക്ക് ചെയ്യുന്നത് ഈ മുകളിലെ ഈ തുണി വെച്ചിട്ടുള്ള ഈ ഒരു ഭാഗത്ത് നിന്നാണ്. അപ്പോൾ ഇവിടെ നിന്നും ഇങ്ങോട്ട് ഷോൾഡർ 4 ഇഞ്ച് മാർക്ക് ചെയ്യാം. ഷോൾഡർ മാർക്ക് ചെയ്ത ഈ ഒരു ഭാഗത്ത് നിന്നും താഴേക്ക് 4 ഇഞ്ച് ഒന്നുകൂടെ മാർക്ക് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഈ 2 പോയിൻറ്റും ഇതുപോലെ ജോയിൻ്റ് ചെയ്ത് വരച്ചെടുക്കാം. ഇനി ഈ ഒരു ഭാഗത്ത് ചെസ്റ്റ് അളവ് മാർക്ക് ചെയ്യാം. 6 ഇഞ്ചാണ് ചെസ്റ്റ് അളവ് മാർക്ക് ചെയ്യുന്നത്. എന്നിട്ട് ഈ പോയിൻറ്റും ഇതുപോലെ ജോയിൻ്റ് ചെയ്ത് വരച്ചെടുക്കണം. ഇവിടെ കൈക്കുഴി വരച്ചെടുക്കാം. ഇനി ഇവിടെ വേസ്റ്റ് അളവ് മാർക്ക് ചെയ്യണം. 5 ഇഞ്ചാണ് വേസ്റ്റിൻ്റെ അളവ് മാർക്ക് ചെയ്യുന്നത്. എന്നിട്ട് ഈ ചെസ്റ്റ് മാർക്ക് ചെയ്ത ഈ ഒരു പോയിൻറ്റും വേസ്റ്റ് മാർക്ക് ചെയ്ത ഈ ഒരു പോയിൻറ്റും ഇതുപോലെ ഷേപ്പ് ചെയ്ത് ജോയിൻ്റ് ചെയ്ത് വരച്ചെടുക്കണം. ഇനി ഇവിടെ മുകളിലേക്ക് 1/2 ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്ത് ഇവിടെ കർവ് ചെയ്തൊന്ന് വരച്ചെടുക്കണം. ഇതുപോലെ വരച്ചെടുത്തിട്ടുണ്ട്. ഇനി നെക്ക് വിഡ്ത്ത് 2 ഇഞ്ച് മാർക്ക് ചെയ്യാം. ഫ്രണ്ട് നെക്ക് ലെങ്ത്ത് 3 ഇഞ്ചും ബാക്ക് നെക്ക് ലെങ്ത്ത് 2 ഇഞ്ചുമാണ് മാർക്ക് ചെയ്യുന്നത്. എന്നിട്ട് സിമ്പിളായിട്ടുള്ള റൗണ്ട് നെക്ക് വരച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഷോൾഡർ സ്ലോപ്പിന് വേണ്ടി ഇവിടെ ഒരു 1/4 ഇഞ്ച് മാർക്ക് ചെയ്ത് ഷോൾഡർ ഇതുപോലെ സ്ലോപ്പാക്കി ഒന്ന് വരച്ചെടുക്കാം. ഇനി ഇതൊന്നും കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ആദ്യം ലെങ്ത്ത് കുറവുള്ള നെക്കാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ബാക്ക് നെക്ക് കട്ട് ചെയ്തെടുത്ത് ബാക്കിയുള്ള ഭാഗവും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നിന്നും ബാക്ക് പാർട്ടിനെ മാറ്റി വെച്ചതിന് ശേഷം ഫ്രണ്ട് പാർട്ടിൻ്റെ നെക്ക് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതേ അളവിൽ ഇതിന് വേണ്ടിയിട്ടുള്ള മെയിൻ തുണിയും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. മെയിൻ തുണിയിൽ നെക്ക് സ്റ്റിച്ച് ചെയ്തതിന് ശേഷമാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നെക്ക് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് മെയിൻ തുണിയുടെ നല്ല വശത്തേക്ക് ലൈനിങ് തുണിയുടെ നല്ല വശം ചേർത്ത് വെച്ച് നെക്കിൻ്റെ റൗണ്ടിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ തന്നെ ബാക്ക് പാർട്ടിൻ്റെ മെയിൻ തുണിയുടെ നല്ല വശത്തേക്ക് ലൈനിങ് തുണിയുടെ നല്ല വശം ചേർത്ത് വെച്ച് നെക്കിൻ്റെ റൗണ്ടിലൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ നെക്കിൻ്റെ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. ഇതുപോലെ കട്ട് ചെയ്തതിന് ശേഷം സ്റ്റിച്ച് ചെയ്തതിൽ തട്ടാതെ ചെറിയ കട്ടിങ്ങുകൾ ഇട്ട് കൊടുക്കണം. എന്നിട്ട് ഇതിൻ്റെ നല്ല വശം ഒന്ന് മറിച്ചെടുക്കാം. അപ്പോൾ ഇതുപോലെ മറിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ ഫ്രണ്ട് പാർട്ടിൻ്റെ ഈ വേസ്റ്റിൻ്റെ ഭാഗത്ത് ഇതുപോലെയുള്ളൊരു ലേസ് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. ഈ ഒരു ലേസ് കടയിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും. സ്കേർട്ട് പാർട്ട് ടോപ്പ് പാർട്ടുമായിട്ട് ജോയിൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള 1/2 ഇഞ്ച് വിട്ടിട്ടാണ് ഈ ഒരു ലേസ് ഫിക്സ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഷോൾഡർ ജോയിൻ്റ് ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫ്രണ്ട് പാർട്ടിൻ്റെ നല്ല വശത്തേക്ക് ബാക്ക് പാർട്ടിൻ്റെ നല്ല വശം ചേർത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഈ ബാക്ക് പാർട്ടിൻ്റെ ഈ ലൈനിങ് തുണി
ഫ്രണ്ട് പാർട്ടിൻ്റെ മുകളിലേക്ക് ഇതുപോലെ ഒന്ന് വെച്ച് ഷോൾഡറിൻ്റെ ഭാഗം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. 2 മെയിൻ തുണിയും 2 ലൈനിങ് തുണിയുമാണ് ഒരുമിച്ച് വരുന്നത്. ഇതേപോലെ മറ്റേ ഷോൾഡറും ജോയിൻ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതാ 2 ഷോൾഡറും ജോയിൻ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ ഫ്രോക്കിന് വേണ്ടിയിട്ടുള്ള സ്ലീവ് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ സ്ലീവിന് വേണ്ടിയിട്ട് ഇതുപോലെ 2 പീസ് നെറ്റിൻ്റെ തുണിയാണ് എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ നീളം എടുത്തിട്ടുള്ളത് 7 ഇഞ്ചാണ്. വീതി 14 ഇഞ്ചാണുള്ളത്. ഇനി ഈ തുണി ഇതുപോലെ 4ആയിട്ടൊന്ന് മടക്കിയെടുക്കണം. അപ്പോൾ ഇതുപോലെ മടക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഈ ഓപ്പൺ ആയിട്ടുള്ള ഈ ഒരു ഭാഗത്ത് നിന്നും ഇങ്ങോട്ട് ഇതുപോലെ ഒന്ന് കർവ് ചെയ്ത് വരച്ചെടുക്കാം. എന്നിട്ട് ഈ ഒരു ഭാഗം കട്ട് ചെയ്ത് മാറ്റണം. അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു സ്ലീവിന് വേണ്ടിയിട്ട് ഇതുപോലെ 2ആയിട്ടൊന്ന് മടക്കി ഈ ഒരു ഭാഗത്ത് കൂടെ ലെങ്ത്ത് കൂട്ടിയിട്ടുള്ള സ്റ്റിച്ച് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇതുപോലെ സ്റ്റിച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു ഭാഗത്ത് നിന്ന് ത്രെഡ് പതുക്കെ വലിച്ച് ഇതുപോലെ ഫ്രില്ലിട്ട് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ 2 സ്ലീവും റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ടോപ്പ് പാർട്ടുമായിട്ട് ജോയിൻ്റ് ചെയ്തെടുക്കണം. സ്ലീവ് ജോയിൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ടോപ്പ് പാർട്ടിൻ്റെ ഈ ഷോൾഡർ ജോയിൻ്റ് ചെയ്ത ഭാഗത്ത് നിന്നും 2 സൈഡിലേക്കും 2.5 ഇഞ്ച് വീതം മാർക്ക് ചെയ്യണം. ഇതുപോലെ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്താണ് സ്ലീവ് ജോയിൻ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ടോപ്പ് പാർട്ടിന് നല്ല വശത്തേക്ക് ഈ ഒരു സ്ലീവ് ഇതുപോലെ ഒന്ന് വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ 2 സ്ലീവും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു ഭാഗത്ത് ക്രോസ് പീസ് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് 1 ഇഞ്ച് വീതിയുള്ള ക്രോസ് പീസ് എടുത്തിട്ടുണ്ട്. ഈ ഒരു ക്രോസ് പീസിനെ നല്ല വശം ഇതുപോലെ ഈ ഒരു സ്ലീവിൻ്റെ ഭാഗത്ത് ഒന്ന് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം ഈ ഒരു ക്രോസ് പീസിനെ റോങ് സൈഡിലേക്ക് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ ഇതുപോലെ 2 സ്ലീവിൻ്റെ ഭാഗത്തും ക്രോസ് പീസ് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ റോങ് സൈഡിലേക്ക് ആക്കിയിട്ട് 2 സൈഡും കൂട്ടി സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ ഇതുപോലെ 2 സൈഡും കൂട്ടി സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ ഫ്രോക്കിൻ്റെ താഴ്ഭാഗത്തേക്ക് വരുന്ന സ്കേർട്ട് പാർട്ടിൻ്റെ സ്റ്റിച്ചിങ് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ സ്കേർട്ട് പാർട്ടിന് വേണ്ടിയിട്ട് സാറ്റിൻ്റെ മെറ്റീരിയലാണ് എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ ലെങ്ത്ത് എടുത്തിട്ടുള്ളത് 9 ഇഞ്ചാണ്. ഇതിൻ്റെ വിഡ്ത്ത് വരുന്നത് 41 ഇഞ്ചാണ്. ഇതിൻ്റെ മുകളിലൂടെ ലെങ്ത്ത് കൂട്ടിയിട്ടുള്ള സ്റ്റിച്ച് ഇട്ട് കൊടുക്കണം, ഫ്രില്ലിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതുപോലെ ഫ്രില്ലിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ താഴ്ഭാഗം തേരുവശം ആയതുകൊണ്ട് താഴ്ഭാഗം മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കുന്നില്ല. അല്ലെങ്കിൽ ലെങ്ത്ത് എടുക്കുമ്പോൾ അതിൻ്റെ കൂടെ തയ്യൽത്തും കൂടെ കൂട്ടിയിട്ട് വേണം അളവെടുക്കാനായിട്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് വെക്കാൻ വേണ്ടിയിട്ട് നെറ്റിൻ്റെ തുണി എടുത്തിട്ടുണ്ട്. നെറ്റിൻ്റെ തുണി 2 ലെയറായിട്ടാണ് വരുന്നത്. അപ്പോൾ ഫസ്റ്റ് ലെയറിന് വേണ്ടിയിട്ട് ഇതുപോലെ 7 ഇഞ്ച് ലെങ്ത്തുള്ള നെറ്റിൻ്റെ തുണിയാണ് എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ വീതി നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം. വീതി കൂടുന്നതിനനുസരിച്ച് ഫ്രില്ലിൻ്റെ എണ്ണവും കൂടും. സെക്കൻഡ് ലെയറിന് വേണ്ടിയിട്ട് 5 ഇഞ്ച് ലെങ്ത്തുള്ള നെറ്റിൻ്റെ തുണിയാണ് എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ വീതി എടുക്കേണ്ടത് ഫസ്റ്റ് ലെയറിനേക്കാളും 3 ഇരട്ടി കൂടുതലെടുക്കുക. അപ്പോൾ ഒറ്റ പീസിൽ കിട്ടിയിട്ടില്ലെങ്കിൽ തുണി ജോയിൻ്റ് ചെയ്ത് ഒറ്റ പീസാക്കി എടുത്താൽ മതിയാവും. ഈ 2 പീസ് തുണിയുടെയും മുകൾ ഭാഗത്ത് കൂടെ ലെങ്ത്ത് കൂട്ടിയിട്ടുള്ള സ്റ്റിച്ച് ഇട്ട് ഫ്രില്ലിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഫസ്റ്റ് ലെയറിൻ്റെ മുകളിലേക്ക് സെക്കൻഡ് ലെയറിൽ വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഫസ്റ്റ് ലെയറിൻ്റെ നല്ല വശത്തേക്ക് സെക്കൻഡ് ലെയറിൻ്റെ മോശം വശം ഈ ഫ്രില്ലിട്ട ഭാഗം ഇതുപോലെ ചേർത്ത് വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ ലൈനിങ് തുണിയെ ടോപ്പ് പാർട്ടിൻ്റെ താഴ്ഭാഗത്തെ അളവ് എത്രയാണോ ആ ഒരളവാക്കി ഫ്രില്ലിട്ടെടുക്കണം. അപ്പോൾ ടോപ്പ് പാർട്ടിൻ്റെ താഴ്ഭാഗത്ത് നിന്നും ഇതുപോലെ അളവെടുക്കാം. 20 ഇഞ്ചാണ് കിട്ടിയിട്ടുള്ളത്. ഈ ലൈനിങ് തുണിയിലും നെറ്റിൻ്റെ തുണിയിലും ഫ്രില്ലിട്ട് 20 ഇഞ്ച് ആക്കിയെടുക്കണം. ഇതുപോലെ 20 ഇഞ്ചാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഈ ലൈനിങ് തുണിയും ഈ നെറ്റിൻ്റെ തുണിയും ഒരുമിച്ച് വെച്ച്
ഈ ഒരു ഭാഗത്ത് കൂടെ സ്റ്റിച്ച് ചെയ്ത് ഒന്നാക്കി എടുക്കണം. അപ്പോൾ ഇതാ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ടോപ്പ് പാർട്ടുമായിട്ട് ജോയിൻ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ടോപ്പ് പാർട്ടിൻ്റെ ബാക്ക് ഭാഗത്ത് ഓപ്പണായിട്ട് വരുന്ന ഈ ഒരു ഭാഗത്ത് നിന്നാണ് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങുന്നത്. ടോപ്പ് പാർട്ടിൻ്റെ നല്ല വശത്തേക്ക് ഈ ഒരു സ്കേർട്ട് പാർട്ടിൻ്റെ നല്ല വശം ഇതുപോലെ ചേർത്ത് വെച്ച് ഈ അറ്റം മുതൽ മറ്റേ അറ്റം വരെ സ്റ്റിച്ച് ചെയ്ത് ജോയിൻ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ ഫ്രോക്കിൻ്റെ ബാക്ക് ഭാഗത്ത് സിബ്ബ് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇൻവിസിബിൾ സിബ്ബ് സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോ ഇതിനു മുന്നേ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർ ആ വീഡിയോ പോയി ഒന്ന് കാണുക. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇത്രയും ആയാൽ ഈ ഒരു ഫ്രോക്കിൻ്റെ സ്റ്റിച്ചിങ് കഴിഞ്ഞു. വളരെ എളുപ്പമാണ് ഈ ഒരു ഫ്രോക്ക് ചെയ്തെടുക്കാൻ. ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണം. അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോസുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ.